ശ്രീ വി ജോയ്. സർ, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തലത്തിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്? യെസ് മിനിസ്റ്റർ. ഒരു വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് നാടിന് ചേർന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും എല്ലാം വികസിപ്പിക്കാനും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സജ്ജരാക്കുന്ന തരത്തിലുള്ള ട്രാൻസ്ലേഷണൽ റിസർച്ചിന് വലിയ പ്രാധാന്യമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സർവകലാശാലകളിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകൾക്ക് 25 കോടി വരുന്ന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മനുഷ്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സും പ്രോസസ്സുകളുമെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുണ്ട്. കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരിക്കും കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപിക്കുന്നത്. 500 പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകൾ, നവകേരള ഫെല്ലോഷിപ്പുകൾ ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകുമെന്നുള്ളത് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 148 യുവ ഗവേഷകർ കേരളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം, കൃഷി, വ്യവസായം ഇത്യാദി അടിസ്ഥാന മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ അവരുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.